أيها الطلاب الأعزاء السلام عليكم ورحمة الله وبركاته. والآن نحن ندخل إلى الوحدة الأخيرة يعني الوحدة الخامسة لتاريخ اللغة العربية وآدابها. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ 4th സെമസ്റ്റർ അറബിക് കോർ പേപ്പറായ ഇസ്ലാമിക് ഹിസ്റ്ററി ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പേപ്പറിൻ്റെ അവസാനത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിൽ കുറച്ച് വ്യക്തികളെക്കുറിച്ച്, മോഡേൺ ഏജിലെ കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. താല്പര്യപൂർവ്വം കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ചെയ്തതുപോലെ ഈ യൂണിറ്റിനെ ഒന്ന് സിലബസ് പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണ്. യൂണിറ്റ് 5 മേജർ അറബിക് റൈറ്റേഴ്സ് ഓഫ് മോഡേൺ പീരീഡ്. അതിൽ അഹമ്മദ് ഷൗക്കി, ഹാഫിൽ ഇബ്രാഹിം, ത്വാഹ ഹുസൈൻ, ഖലീൽ ജിബ്രാൻ ആൻഡ് നജീബ് മഹ്ഫൂസ്. ഇത്രയും വ്യക്തികളെക്കുറിച്ചാണ് നമുക്ക് മോഡേൺ ഏജിൽ ആധുനിക കാലഘട്ടത്തിലെ അറബി കവികളെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അറബികളിലെ ആധുനിക കാലഘട്ടത്തിലെ എഴുത്തുകാർ, കവികൾ മാത്രമല്ല ഇവർ ലിറ്ററേച്ചറിൻ്റെ നെസറിലും കൂടെ പെടുന്നതായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇവരെല്ലാവരെയും കവികളാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ രണ്ട് കലകളിലെയും രണ്ട് നൗകളിലെയും പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അൽ വഹ്ദത്തുൽ ഖാമിസ അൽ അസുർ അൽ ഹദീസ് ആണ്. അൽ അസുർ അൽ ഹദീസ് 1798 തുടങ്ങുന്നത് ഇലൽ യൗം. അവിടെ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ മുഖദ്ദിമ, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓരോ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോഴും വളരെ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് എന്ന് മുതൽ എന്ന് വരെ തുടങ്ങുന്നു അതിൻ്റെ പശ്ചാത്തലം. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ 4-ാം യൂണിറ്റിൽ അബ്ബാസി കാലഘട്ടം അവസാനിക്കുന്നത് 1258 പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും ഒരു വിടവ് എന്തുകൊണ്ട് 1798 അസുറുൽ ഹദീസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒട്ടോമൻ തുർക്കികളുടെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മുടെ സിലബസിൽ പഠിക്കുന്നില്ല എന്നുള്ളത് അവിടെ നമ്മൾ വിശദീകരിച്ചതാണ്. അസുറുൽ ഹദീസ് തുടങ്ങുന്നത് 1798 1798 ഈജിപ്ത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആക്രമിക്കുകയും ആ വർഷം മുതൽ മോഡേൺ ഏജായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വർഷത്തിന് പ്രാധാന്യമുണ്ട്. ഹംലത്ത് നെപ്പോളിയൻ അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1798. അപ്പോൾ സിലബസ് പ്രകാരം നമ്മൾ ഒന്നാമത്തെ വ്യക്തി അഹമ്മദ് ഷൗക്കിയാണ്. സാധാരണ മോഡേൺ ഏജിൽ ഒന്നാമതായി നമ്മൾ എണ്ണാറുള്ളത് മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. അദ്ദേഹമാണ് മോഡേൺ ഏജിലെ ആദ്യത്തെ കവിയായിട്ട് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യാറ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സിലബസിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അഹമ്മദ് ഷൗക്കിയാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. 1868 അദ്ദേഹം ജനിക്കുന്നു. 1932 അദ്ദേഹം മരണപ്പെടുന്നു. ഇവിടെ ക്രിസ്തു വർഷമാണ് പറയുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ഹിജറ വർഷമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. അഹമ്മദ് ഷൗക്കി 1868 ജനിക്കുന്നു. 1932 അദ്ദേഹം മരണപ്പെടുന്നു. ഹയാത്തുഹു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹുവ അഹമ്മദ് ഷൗക്കി ബക്ക് ഇബ്ന് അലി ബക്ക്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അലി ബക്ക് എന്നാണ്. ബക്ക് എന്ന് പറഞ്ഞാൽ കുടുംബ പേരാവാനാണ് സാധ്യത. ഇബ്ന് അഹമ്മദ് ഷൗക്കി അബൂഹു മിനൽ അക്രാദ്, കുർദ് വംശത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വ ഉമ്മുഹു മിനൽ അത്രാഖ്, തുർക്കി വംശത്തിൽപ്പെട്ട ആളായിരുന്നു ഉമ്മ. അതുകൊണ്ട് തന്നെ ബിദാലിക ഇംതസജത്ത് ഫിഹി ഹവാറത്തൈൻ വ സഖാഫത്തൈൻ, ഉപ്പ കുർദും ഉമ്മ തുർക്കിയുമായതുകൊണ്ട് രണ്ട് സംസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. കാരണം ഉപ്പയുടെ കുർദ് വംശത്തിൽപ്പെട്ട ഹവാറത്തും
ഉമ്മയുടെ തുർക്കി ഹലാറത്തും ഈ കുട്ടിയായ അഹ്മദ് ഷൗക്കിക്ക് സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇംതസജത്ത് ഫീഹി അദ്ദേഹത്തിൽ കൂടിക്കലർന്നു, മിക്സായി ഹലാറത്തൈൻ വ സഖാഫത്തൈൻ, രണ്ട് ഹലാറത്തുകൾ, രണ്ട് സഖാഫത്തുകൾ. ഉലിദ ഫിൽ ഖാഹിറ ഫി അഹദി ഇസ്മായിൽ ഹുദൈവിയുടെ കാലത്ത് ഈജിപ്തിലെ കെയ്റോയിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാന അബൂഹു മിബ്ദറൻ അത്ലഫ മാ ഇൻദഹു. മിബ്ദർ മീൻസ് ഇസ്റാഫ്, മുസ്രിഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പിതാവ് തൻ്റെ കയ്യിലുള്ളതൊക്കെ ചിലവഴിക്കുന്ന, നശിപ്പിക്കുന്ന, ഒന്നും സൂക്ഷിച്ചു വെക്കാത്ത ഒരു മിബ്ദറായിരുന്നു. ഫഖഫലത്തുഹു ജദ്ദത്തുഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജദ്ദത്താണ് അദ്ദേഹത്തെ പോറ്റി വളർത്തി സംസ്കാരങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അബൂഹു മിബ്ദറൻ അത്ലഫ മാ ഇൻദഹു, പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് സമ്പാദ്യങ്ങളിൽ നിന്നൊന്നും സൂക്ഷിച്ചു വെക്കാതെ എല്ലാം ചിലവഴിക്കുന്ന ഒരാളെയാണ് മിബ്ദർ എന്ന് പറയാം. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ കുട്ടിക്ക്, അഹ്മദ് ഷൗക്കിയായ കുട്ടിക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ വളർത്താനുള്ള കപ്പാസിറ്റി കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം തൻ്റെ ജദ്ദത്ത് അഹ്മദ് ഷൗക്കിയുടെ പരിപാലനം ഏറ്റെടുത്തത്. ഉലൂമഹു, അദ്ദേഹത്തിന്റെ വിജ്ഞാനം. ദഖല ഷൗക്കി അൽ മദ്രസ മുൻദു സനത്തിഹി അറാബിഅ. 4 വയസ്സിൽ തന്നെ സ്കൂളിൽ മദ്രസയിൽ അദ്ദേഹം അഡ്മിഷൻ എടുത്തു. വലമ്മ ബലഗൽ ഖാമിസത അശറ, 15 വയസ്സായപ്പോൾ തഅല്ലമൽ ഹുഖൂഖ് സനതൈൻ, 2 വർഷം അദ്ദേഹം നിയമം പഠിച്ചു. ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ ലോ സ്റ്റഡിയാണ്. സുമ സനതൈൻ ഫി ഖിസ്മി തർജുമ, പിന്നീട് 2 വർഷം ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം പഠനം നടത്തി. വനാലൽ ഇജാസ, അവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് ഇജാസത്ത് അദ്ദേഹത്തിന് ലഭിച്ചു, അഥവാ ലൈസൻസ് എന്നൊക്കെ പറയാം. സുമ ബഅസഹുൽ ഹുദൈവി തൗഫീഖ് ഇല ഫറൻസ, പിന്നെ അദ്ദേഹം ഹുദൈവി തൗഫീഖ്, അത് ഇസ്മായിൽ ഹുദൈവിക്ക് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹം അയക്കുകയാണ് ഇല ഫറൻസ, ഫ്രാൻസിലേക്ക്. ലിയദ്റുസൽ ഹുഖൂഖ വൽ ആദാബ് അൽ ഫറൻസിയ, ഫ്രഞ്ച് സാഹിത്യവും നിയമവും ഒന്നും കൂടെ വിശാലമായിട്ട് പഠിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് അദ്ദേഹത്തെ രാജാവ് തന്നെ നേരിട്ട് അയക്കുകയാണ്. ഫസാഫർ സന 1887 മീലാദിയ, 1887 അദ്ദേഹം അവിടേക്ക് ഫ്രാൻസിലേക്ക് യാത്ര പോയി. വദറസ ഫി പാരീസിൽ അദ്ദേഹം പഠനം നടത്തി. വഅഹ്റസ ഇജാസത്ത് അൽ ഹുഖൂഖ്, അദ്ദേഹം നിയമത്തിന്റെ ലൈസൻസ് അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തു. മക്കസ ബഅദഹ 6 അശ്ഹുർ യഅ്തരിഫു ബിഹാ പാരീസ് വഹളാറത്തിഹ, അതിനുശേഷം അഥവാ പാരീസിലെ പഠനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു 6 മാസത്തോളം അവിടെ തന്നെ താമസിക്കുകയാണ്. യഅ്തരിഫ് ബിഹാ പാരീസ് വഹളാറത്തിഹ, പാരീസിനെയും പാരീസിന്റെ ഫ്രഞ്ചിന്റെ സംസ്കാരങ്ങളെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് അവിടെ അദ്ദേഹം 6 മാസം താമസിക്കുന്നു. വറഹല ഫി അസ്നാഇ ദിറാസത്തിഹി ഇല ഫറൻസ അൽ ജനൂബിയ വ ഇല ഇംഗൽത്തറ വൽ ജസായിർ, അതിനിടക്ക് അദ്ദേഹത്തിന്റെ പഠനത്തിനിടക്ക് അദ്ദേഹം ഫ്രാൻസ് അൽ ജനൂബിയയിലേക്കും ഇഞ്ചൽത്തറ അഥവാ ഇംഗ്ലണ്ടിലേക്കും ജസായിറിലേക്കൊക്കെ അദ്ദേഹം യാത്ര പോയി. വആദ ഇല മിസ്ർ സന 1891 മീലാദി, 1891 അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആ സമയം വക്കാൻ യത്ഖൻ സലാസ ലുഗാത്ത്, 3 ഭാഷകളിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. വല്ലാതെ ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ ഭാഷാപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അൽ അറബിയ വൽ ഫറൻസിയ വ തുർക്കിയ, ഈ 3 ഭാഷകളും സ്വായത്തമാക്കിയ വലിയൊരു പണ്ഡിതനായിട്ടാണ് പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത്. ഷാഇറുൽ അമീർ, അദ്ദേഹം അറിയപ്പെടുന്നത് അമീറു ഷ്വാറ അല്ലെങ്കിൽ ഷാഇറുൽ അമീർ എന്ന പേരിലാണ്. അതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ഔഫദഹു ഹുദൈവി അബ്ബാസ്, അദ്ദേഹത്തെ ഹുദൈവി അബ്ബാസ് മൻതൂബൻ അൻ മിസ്ർ ഇല മുഅ്തമറിൽ മുസ്തശ്രിഖീൻ ഫി ജനീഫ് സന 1894 മീലാദി, 1894 ജനീഫിൽ വെച്ച് നടന്ന ഓറിയന്റലിസ്റ്റുകളുടെ, മുഅ്തമറുൽ മുസ്തശ്രിഖീൻ എന്ന് പറഞ്ഞാൽ ഓറിയന്റലിസ്റ്റുകളുടെ ഒരു സമ്മേളനത്തിൽ ഈജിപ്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹുദൈവി അബ്ബാസ് അദ്ദേഹത്തെ ജനീഫിലേക്ക് അയക്കുകയാണ്. ഔഫദഹു ഹുദൈവി അബ്ബാസ് അദ്ദേഹത്തെ അയച്ചു.
മൻദൂബൻ പ്രതിനിധിയായിട്ട്, അൻ മിസ്ർ മിസ്റിന്റെ പ്രതിനിധിയായിട്ട്, എവിടേക്ക്, ഇലാ മുഅ്തമറിൽ മുസ്തശ്രിഖീൻ ഓറിയന്റലിസ്റ്റുകളുടെ ഒരു കോൺഫറൻസിൽ, ഫി ജനീഫിൽ സന 1894. ഫലബിസ ഷഹ്റൻ ഫി സുവൈസറ ജനീഫിലെ സുവൈസറയിൽ അദ്ദേഹം ഒരു മാസത്തോളം താമസിക്കുകയും, സുമ്മ ആദ ഇലാ മിസ്ർ ഫജഅലഹുൽ അമീർ ഷാഇറഹുൽ ഖാസ് ഫസാറ ഷാഇർ അൽ അമീർ വഅയ്ളൻ ജഅലഹു റഈസൻ ലിൽ ഖിസ്മിൽ ഇഫ്രഞ്ചി. ഈജിപ്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു. അതോടുകൂടെ ഫജഅലഹുൽ അമീർ അദ്ദേഹത്തെ ആക്കി, ഷാഇറഹുൽ ഖാസ് തന്റെ പ്രത്യേകമായ ഒരു കവിയാക്കി മാറ്റി, ഫസാറ ഷാഇറുൽ അമീർ അതോടുകൂടെ അദ്ദേഹം ഷാഇറുൽ അമീർ ആയിട്ട് മാറി. വഅയ്ളൻ അതോടൊപ്പം തന്നെ ജഅലഹു റഈസൻ ലിൽ ഖിസ്മിൽ ഇഫ്രഞ്ചി ഫ്രഞ്ച് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ടും അദ്ദേഹത്തെ ഈ ഖുദൈവി അബ്ബാസ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തെ നിയോഗിക്കുകയുണ്ടായി. ഇനി അദ്ദേഹത്തിന്റെ ഹയാത്തുഹു സിവാജിയ, തസവ്വജ വഹുവ ഫതൻ, അദ്ദേഹം യുവാവായിരിക്കെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫഹമലത്തുഹു സൗജുഹു സർവത്തൻ ലഹ്മത്തൻ അൻ അബീഹ, തന്റെ ഭാര്യക്ക് ഉപ്പ മുഖേന നല്ലൊരു സമ്പത്ത് വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു. അതൊക്കെ ഇദ്ദേഹത്തിന് നൽകുകയും, വറസക്ക സലാസത്ത ഔലാദ് 3 മക്കളെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വബിയത്ത് ഒരു പെൺകുട്ടിയും, വസ്വബിയൈൻ 2 ആൺകുട്ടികളുമായിട്ട് അത്ര വിശാലമായൊരു കുടുംബ ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പല ഘട്ടങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഹയാത്തുൽ മൻഫ. അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കാലം, ഈജിപ്തിൽ നിന്നും അട്ടിയോടിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ലമ്മ നശബത്ത് അൽ ഹർബുൽ ആലമിയ, ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, നശബ എന്ന് പറഞ്ഞാൽ കൊടുമ്പിരി കൊള്ളുക, പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെയാണ്. ഖലാത്ത് ഇംഗൽത്തറ അബ്ബാസൻ ലിത്തിസാലിഹി ബിൽ അച്റാഖ്, ഇംഗ്ലണ്ട് ഹുദൈവി അബ്ബാസിനെ തുർക്കികളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അത് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. ഫനുഫിയ ഷാഇർ ഇലൽ ഉന്ദുലുസ്, അതോടൊപ്പം തന്നെ ഷാഇറിനെയും ഇവർ ഇംഗ്ലണ്ടുകാർ സ്പെയിനിലേക്ക് നാടുകടത്തുകയാണ്. നുഫിയ എന്ന് പറഞ്ഞ നാട് കടത്തുന്നു, ഷാഇറിനെ നാട് കടത്തപ്പെട്ടു, ഇലൽ ഉന്ദുലുസ് സ്പെയിനിലേക്ക്. വത്തഖദ ബർസലൂന സക്കനൻ ലഹു, അദ്ദേഹം പിന്നീട് താമസിക്കുന്നത് ബർസലൂന എന്ന് പറയുന്ന സ്ഥലത്താണ്. സുമ്മ ആദ ഇലാ മിസ്ർ, പിന്നെ അദ്ദേഹം മിസ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഫി അവാഖിരി സന 1919. അപ്പൊ അങ്ങനെ ഒരു ജീവിതം കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തക്രീമഹു, അദ്ദേഹത്തെ ആദരവ് നൽകിയത് വഫീസന 1927 ആയപ്പോ അഖദ മിഹർജാൻ ലിതക്രീമിഹി ഫി ദാരിൽ ഓബ്ര അൽ മുൽക്കിയ ഫജാഅത്ത് വുഫൂദുൽ അദബ് മിൻ ജമീഅൽ അഖ്താരിൽ അറബിയ. വഫീസന 1927 ഉഖിദ മിഹർജാൻ, അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. ലിതക്രീമിഹി, അദ്ദേഹത്തെ ആദരിക്കാൻ, ഫി ദാരിൽ ഓബ്ര അൽ മുൽക്കിയ, ഓപ്പറ ഹൗസിലാണ്. ഫജാഅത്ത് വുഫൂദുൽ അദബ്, ആ സാഹിത്യത്തിൽ ഒരുപാട് സംഘങ്ങൾ, വുഫൂദ് എന്ന് പറഞ്ഞ സംഘം തന്നെ അവിടേക്ക് വന്നു. മിൻ ജമീഅൽ അഖ്താരിൽ അറബിയ, അറബി മേഖലകളിലെ, അറബി പ്രദേശങ്ങളിലെ പല സാഹിത്യ സംഘങ്ങളും അവിടേക്ക് വരികയും, വബായഅതുഹു ബി ഇമാറത്ത് ഷാർ, അമീർ ഷ്വാറ എന്ന് പറയുന്ന ഒരു പട്ടം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അത് നൽകിയത് തവജ്ജഹ ഹാഫിൽ ഇബ്രാഹിമാണ്. താജ് അമീർ ഷ്വാറ എന്ന് പറയുന്ന കിരീടം അദ്ദേഹത്തിന് അണിയിച്ചു കൊടുത്തത് ഹാഫിൽ ഇബ്രാഹിമാണ്. വഉരിഫ ബഅദ ദാലിക്, അതോടുകൂടെ അദ്ദേഹം അറിയപ്പെടുന്നത് അമീർ ഷ്വാറ എന്ന പേരിൽ ആയിരുന്നു. മൗതുഹു, അദ്ദേഹത്തിന്റെ മരണം, ആശ സനവാതിഹിൽ അഖീറ ഈശത്തൻ ഹാദിഅത്തൻ ഖസ്ബത്തൻ ഹത്ത തവഫാഹുല്ലാഹു ഫി യൗം 1932 മരിക്കുന്ന ആ സമയം വരെ അദ്ദേഹം വളരെ ശാന്തമായ, ഫലഭൂഷ്ടമായ, ഖസ്ബ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സമയം നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ജീവിതം അദ്ദേഹം നയിച്ചു. വഅഖദത് അൽ ഹുകൂമ ഹഫ്ലത്ത് തഅസിയത്ത് ലഹു, അദ്ദേഹത്തെ അനുശോചിച്ചുകൊണ്ട് ഗവൺമെന്റ് തന്നെ പിന്നീട് അനുശോചന സംഗമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ടാണ് അങ്ങനെ ഒരു നീക്കങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നർത്ഥം. കാന ഖലീലുൽ കലാം, അദ്ദേഹത്തിന്റെ സിഫാത്ത് വ അഖ്ലാഖ്. കാന ഖലീലുൽ കലാം ഫിൽ മജാലിസ്,
മജ്ലിസുകളിൽ അദ്ദേഹം അല്പം മാത്രമേ സംസാരിക്കാറുള്ളൂ. മുഫ്തഖിറൻ ബിശാഇരിയത്തിഹി വയുഹിബ്ബു സനാ, അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഷാഇരിയത്ത് എന്ന കവിതയിലുള്ള കഴിവിനെ അദ്ദേഹം അഭിമാനത്തോടുകൂടെ കാണുകയും ചെയ്തിരുന്നു. ഇസ്തംത ബിമാ ഫി ഹയാത്തിഹി മിൻ ലഹ്വിൻ വ ജമാലിൻ വ ശബാബിൻ, അദ്ദേഹം യുവത്വത്തിലും സൗന്ദര്യത്തിലും ആസ്വാദനത്തിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിച്ചത്. വക്കാന ഹുസ്നുൽ ഈമാൻ വക്കാന ഹുസ്നുൽ ഈമാൻ അല ഗൈരി തഅസ്സുബിൻ, ഒരു പക്ഷപാതിത്വവുമില്ലാതെ നല്ല വിശ്വാസിയായിരുന്നു അദ്ദേഹം. ഫത്തസ സ്വദ്റഹു ലിജമീൽ അദിയാൻ, എല്ലാ മതങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഖൽബിനെ, അദ്ദേഹത്തിന്റെ സ്വദ്റിനെ വിശാലമാക്കി. വലാകിൻ ബിദൂന തളീഫ് അഖീദത്തിഹി അൽ ഇസ്ലാമിയ, അങ്ങനെയും പറയപ്പെടുന്നു. വലാകിൻ ബിദൂന തളീഫ് അഖീദത്തിഹി അൽ ഇസ്ലാമിയ വകാന വതനിയൻ മുഖല്ലിസൻ ലിമിസ്ർ വശർഖിയൻ മുഫാഖിറൻ ബിശർഖ് എന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒരു കവിത തന്നെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതരേഖയായിട്ട് നമുക്ക് ആത്മകഥയായിട്ട് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചാണ്. നൾമഹു അശ്ശാർ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കവിതാ രചന എന്നാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യുന്നത്. ബദഅ ദൗഖ് അശ്ശഅരി യതവല്ലദ് ഫി ശൗഖി വഹുവ ഹദസുൻ, അദ്ദേഹം ചെറുപ്പമായിരിക്കെ തന്നെ ഷൗക്കിയുടെ ഹൃദയങ്ങളിൽ, ഷൗക്കിയുടെ മനസ്സിൽ കവിതയോടുള്ള ഒരു അഭിരുചി അതിന് നാന്ദി കുറിച്ചു. വസഹഹ ഷൗക്കി ഖസീദത്തെ ഉസ്താദിഹി ഫി അസ്നാഇ ദിറാസത്തിഹി, പഠന കാലയളവിൽ തൻ്റെ ഗുരുവിൻ്റെ ഖസീദകൾ അദ്ദേഹം എഡിറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ശരിയാക്കിയിരുന്നു. വതഹദ്ദസ അൽ ബൂസുനി അൽ ബിസ്യൂനി ഇലൽ മലിക് ബിദഖാഇ ഷൗക്കി അസ്സഗീർ വബിറാഅത്തിഹി ഫഖറബഹു അൽ മലിക് ഇലൈഹി ഫജഅലഹു ഷാഇറഹു അൽ ഖാസ്. അദ്ദേഹം അൽ ബസൂനി എന്ന് പറയുന്ന ഗുരു അദ്ദേഹത്തെക്കുറിച്ച് രാജാവിനോട് അദ്ദേഹത്തിൻ്റെ കഴിവും ചെറുപ്പകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അതേപോലെ പ്രാവീണ്യമൊക്കെ പറഞ്ഞപ്പോൾ ഫഖറബഹുൽ മലിക് ഇലൈഹി, അദ്ദേഹത്തിലേക്ക് രാജാവ് എടുക്കുകയും ഫജഅലഹു ഷാഇറഹു അൽ ഖാസ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേക കവിയാക്കിയിട്ട് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നു. വക്കാന യുലന്നിമു ഷഅർ ഫീ കുല്ലി മക്കാനിൻ വ സമാനിൻ, എല്ലാ സ്ഥലത്തിലും എല്ലാ കാലത്തും അദ്ദേഹം കവിതകൾ രചിച്ചിരുന്നു. ജാലിസൻ ഔമാഷിയൻ, ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും, വഹ്ദഹു വ മഅന്നാസ്, ജനങ്ങളോടൊപ്പവും ഒറ്റയ്ക്കിരുന്നു, എങ്ങനെയായാലും അദ്ദേഹത്തിന് ഏത് സാഹചര്യങ്ങളിലും കവിത രചിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വക്കാന സരിയുൽ ഖാത്തിർ, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. റുബ്ബമ അതമ്മൽ ഖസീദ ബിസാഅത്തിൻ, ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഖസീദകൾ അദ്ദേഹം പൂർത്തീകരിക്കുമായിരുന്നു. വക്കാന ഖവിയുദ്ദാക്കിറ, നല്ല ഓർമ്മശക്തിയുള്ള ആളും. ഖാന യഹ്ഫിദു ഷഅറഹു, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ എഴുതുക മാത്രമല്ല, അദ്ദേഹം അത് എത്ര വലിയ കവിതയായാലും അദ്ദേഹം അതിനെ മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. അസർഹു, അദ്ദേഹത്തിന്റെ രചനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലം യകുൻ ഇൻദൽ അറബ് ഷാഇറുൻ അക്തറ നിസ്താജൻ മിൻ ഷൗഖി, ഷൗഖിയേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ള ഒരു ഷാഇറിനെയും അറബികളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വലം തക്തസിർ ആസാറഹു അല ഷിർ, മാത്രമല്ല കവിതയിൽ മാത്രം അദ്ദേഹത്തിന്റെ രചനകൾ ഒതുക്കിയില്ല. വ ഇന്നമാ തതജാവസ് ഇല നസർ, നസറിലേക്കും അദ്ദേഹം രചനകൾ നടത്തിയിരുന്നു. വഖദ് തുബിഅ മുഅ്ലമഹ മിൻഹ അമീറത്തുൽ ഉന്ദുലുസ്, അതിൽ മിക്കതും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ജാഹിലിയ കാലഘട്ടമോ ഇസ്ലാമിക കാലഘട്ടമോ അങ്ങനെ തദ്വീനിന്റെ കാലഘട്ടമോ അല്ല, മറിച്ച് എല്ലാം സമ്പൂർണമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ കാലഘട്ടമാണ് മോഡേൺ ഏജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തദ്വീൻ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉണ്ടായിരുന്നത് ജാഹിലിയ കാലഘട്ടം പോലെ. കാരണം എഴുത്തും അതേപോലെ മഷിയും പേനയും പേപ്പറും പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകൃത പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന കൃതികളൊക്കെ അപ്പം തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സിസ്റ്റം ഈ കാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വഖദ് തുബിഅ മുഅ്ലമഹ മിൻഹ, മിക്കതും എന്തായിരുന്നു അതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. മിൻഹാദിൽപ്പെട്ടതാണ് അമീറത്തുൽ ഉന്ദുലുസ്.
വഹിയ ഖിസ്സ തംസീലിയ, ഒരു ചിത്രീകരണ കഥയാണത്. വഅസ്വാഖു ദഹബ് വഹിയ മഖാലാത്ത് ഇജ്തിമാഇയ, സോഷ്യൽ ആർട്ടിക്കിൾസുകൾ, സമൂഹത്തെക്കുറിച്ചുള്ള കുറെ ലേഖനങ്ങളാണ് അസ്വാഖു ദഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് രണ്ടും നസ്റിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പം അദ്ദേഹം ഷിഅറിൽ മാത്രം ഒതുങ്ങിയില്ല, മറിച്ച് നസ്റിൽ കൂടെ അദ്ദേഹം രചനകൾ നടത്തി എന്ന് നമുക്ക് പറയാം. فأما الذي طبع من شعره الجزء الأول من الشوقيات, പിന്നീട് അദ്ദേഹത്തിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചത് അൽ ജുസുൽ അവൽ മിൻ ഷൗഖിയാത്ത്, ഷൗഖിയാത്ത് എന്ന് പറയുന്ന തന്റെ കവിതാ സമാഹാരത്തിന്റെ 1-ാം വാള്യമാണ്. വഫീഹൽ അദബ്, അതിലെ സാഹിത്യം, വത്താരീഖ്, ചരിത്രമുണ്ട്, വൽ വസ്ഫ്, വസ്ഫുണ്ട്, വൽ മദഹ് വൽ മറാത്തി വൽ ഹിക്കായാത്ത് വസ്ഫുൽ അസ്ഫാർ, സഫറുകൾ, യാത്രകളെയും അദ്ദേഹം ഈ ഒരു ദീവാനിൽ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇത്രയും കണ്ടന്റുകൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഷൗഖിയാത്തിൽ നമുക്ക് കാണാൻ പറ്റും. വലഹു ഖിസസ് തംസീലിയ മിസ്ല മസ്ര ക്ലിയോപാട്ര, ക്ലിയോപാട്ര എന്ന് പറയുന്ന ഡ്രാമ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വ മജ്നൂൻ ലൈല വ ഖിംബീസ് വ അലി ബക് അൽ കബീർ വ അൻതറ വ ഉരിഫ ഷൗഖി ഐലൻ ബിശാഇർ അത്തംസീലി. ഒപ്പം തന്നെ ഡ്രാമ പോയറ്റായിട്ട് അഥവാ കവിതയിൽ കൂടെ ഡ്രാമ എഴുതിയ ഷാഇറു തംസീലി എന്നും കൂടെ അദ്ദേഹം അറിയപ്പെടുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എണ്ണുന്ന ആളാണ് തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിനെ പറയുക കാത്തിബ് മസ്രഹി ദിഹിനി എന്നാണ്. അഥവാ അദ്ദേഹം രചന നടത്തിയത്, ഡ്രാമയിൽ രചന നടത്തിയത് കവിതയല്ലാത്ത നസ്രിയായ രചനകളായിരുന്നു, ഡ്രാമകളായിരുന്നു, മസ്രഹിയാത്തുകളായിരുന്നു. എന്നാൽ അഹമ്മദ് ഷൗക്കി കവിതയാണ് ഡ്രാമയുടെ എന്താ പറയുക തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് നസ്രിയായ ഒരു കണ്ടന്റ് ആയിട്ടല്ല നമുക്ക് കാണാൻ പറ്റുന്നത് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത. മീസത്തുഹു, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യങ്ങൾ, പ്രത്യേകതകൾ ഇവിടെ പോയിന്റുകളായിട്ട് പറയാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാന ബാരിഅൻ ഫി താരിഖ് അലൽ അഖസ് ബി താരിഖിൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം വളരെ ഭാര്യ ആയിരുന്നു, മികച്ചു നിന്ന നിപുണനായ മാഹിറായ ഒരു വ്യക്തിയായിരുന്നു. വ താരിഖ് മിസ്ർ, ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയെ കുറിച്ചും. വലഹു ഖസായിദും ഫി താരിഖിൽ മുഖ്തലിഫ മിസ്ല ഫറായിന വ മിസ്ർ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഈജിപ്തിനെ കുറിച്ചും ഫറോവമാരെ കുറിച്ചുമുള്ള വ്യത്യസ്തമായിട്ടുള്ള ചരിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഖസീദകൾ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഖാന ഷാഇറുൽ ഖസ്ർ ഫി സമനി അബ്ബാസ്, ഖുദൈവി അബ്ബാസിന്റെ കാലത്ത് ഷാഇറുൽ ഖസ്ർ ആയിരുന്നു അദ്ദേഹം. ഫനതഖ ബി സിയാസത്തിൽ ഖസ്ർ, കൊട്ടാര പൊളിറ്റിക്സിന് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചു. വ അയ്യദ സ്വാഹിബൽ ഖസ്ർ, കൊട്ടാരത്തിന്റെ രാജാവിനെ അദ്ദേഹം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അഥവാ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പല എഴുത്തുകളും രചനകളും സംസാരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നർത്ഥം. ഷഅറുൽ ഇജ്തിമാ മുംതസിജുൻ ഇൻദ ഷൗഖി ബിശഅരിഹി സിയാസി വ താരിഖി വമിൻ ഖസായിദിഹിൽ ഇജ്തിമാഇയ അസ്സാമിയ മംലകത്തുൻ നഹൽ വഫീഹ യദഉ ഇലൽ അമൽ വൽ ഇസ്തിഖ്ലാൽ അദ്ദാതി ബിഉസ്ലൂബിൻ റംസിയിൻ ജമീൽ യസിഫു ബിഹി ദൗലത്തൻ നഹൽ. അദ്ദേഹം സോഷ്യൽ കവിതകൾ അദ്ദേഹം രചിച്ചു. അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ, അതേപോലെ സോഷ്യൽ റിഫോമേഴ്സ്, നവോത്ഥാനങ്ങളൊക്കെ റിഫോംസൊക്കെ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മംലകത്തുൻ നഹ്ൽ പോലെ. വഫീഹ യദഉ ഇലൽ അമൽ, ജനങ്ങളോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നു. വൽ ഇസ്തിഖ്ലാൽ ദാതി, സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ബി ഉസ്ലൂബിൻ റംസിയായ ശൈലിയിൽ. ജമീൽ യസിഫു ബിഹി ദൗലത്ത് അൻ നഹൽ. വഖാന വസീഖൻ ഫി ഉമൂരിദ്ദീൻ, മതപരമായ കാര്യത്തിൽ അദ്ദേഹം ദൃഢവിശ്വാസിയായിരുന്നു. വഫി ശഅരിഹി ഖസീദ ദീനിയ, മതപരമായ ഖസീദകൾ അദ്ദേഹത്തിന്റെ ഷെയറിൽ നമുക്ക് കാണാം. വഅസ്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട്. വ മൂസ വ ഈസ അലൈഹിമസ്സലാം, മൂസ നബിയെയും ഈസാ നബിയെയും മുഹമ്മദ് പ്രവാചകനെയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയൊക്കെ ഇദ്ദേഹം പുകഴ്ത്തിയതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ കാന വസീഖൻ ഫി ഉമൂരിദ്ദീൻ. ഫതഹ ബാബൻ റഹ്ബൻ ഫി ശഅരിഹി ലിൽ വസ്ഫ്, വസ്ഫിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ കവിതയിൽ ഒരു പ്രത്യേകമായ ബാബ് തന്നെ ഓപ്പൺ ചെയ്തു.
تناول الموصوفات على اختلاف أنواعها وأجاد نعتها وتصويرها. അതിനെ വ്യത്യസ്ത ഇനങ്ങളിലായിട്ട് തന്നെ മൗസൂഫാത്തുകൾ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെ അദ്ദേഹം ഉപയോഗിച്ചു, അതിനെ വർണ്ണിച്ചു, അതിനെ ചിത്രീകരിച്ചു, അതിലൊക്കെ മികച്ചു നിന്നു. വഹുവ ബാരിഉൻ ഫിൽ ഔസാഫ് വലഹു ഗസലുൻ വലാകിന്നഹു ലം യബ്രി ഫി ഹാദൽ ഫൻ. ഗസലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അദ്ദേഹം അതിൽ തിളങ്ങിയിട്ടില്ലായിരുന്നു, വസ്ഫിലായിരുന്നു അദ്ദേഹം ബാരി ആയത്. കാന ഷാഇറൻ മുസ്ഖിഫൻ ബിസ്തിഖ്ദാമിഹി മിനൽ ഫൽസഫത്തിൽ ഇസ്ലാമിയ. ഇസ്ലാമിക് ഫിലോസഫിയെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. അങ്ങനെയുള്ള രചനകൾ അദ്ദേഹം ഷഅറിൽ നടത്തിയിട്ടുണ്ട്. നല്ലമ ഷഅറൻ ലിത്തർഹീബി മഹാത്മാ ഗാന്ധി അല സിയാറത്തിഹി മിസ്ർ ഖിലാല സഫറിഹി ഇല ലണ്ടൻ. മഹാത്മജി ലണ്ടനിലേക്ക് ഉള്ള യാത്രയിൽ ഈജിപ്ത് സന്ദർശിച്ചിരുന്നു. ആ സമയം മഹാത്മാഗാന്ധിയെ സ്വാഗതം ചെയ്തുകൊണ്ട്, വെൽക്കം ചെയ്തുകൊണ്ട്, തർഹീബ് ചെയ്തുകൊണ്ട് അദ്ദേഹം കവിത രചിച്ചിരുന്നു. അപ്പൊ ഇത്രയും വിശാലമായിട്ട് തന്നെ നമുക്ക് അഹമ്മദ് ഷൗക്കി ഇവിടെ പഠിക്കാം. അടുത്തത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ്. 1858 ഖലീൽ ജിബ്രാൻ ജനിക്കുന്നു. 1931 ഖലീൽ ജിബ്രാൻ മരണപ്പെടുന്നു. മൗലിദുഹു വനഷ്അത്തുഹു, അദ്ദേഹത്തിന്റെ ജന്മവും വളർച്ചയും. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഇബ്ൻ മിഖായിൽ ഇബ്ൻ സഅദ് വുലിദ ബിബ്ശ്റായ് ഫി ലുബ്നാൻ സന 1853. ലബനാനിലെ ബിശ്റായ് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. പേര് ജിബ്രാൻ ബിൻ ഖലീൽ ജിബ്രാൻ ബിൻ മിഖായിൽ ബിൻ സഅദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അബുഹു ഖലീൽ ജിബ്രാൻ വ ഉമ്മുഹു കമീല. പിതാവ് ഖലീൽ ജിബ്രാൻ ആണ്, ഉമ്മ കമീല എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വക്കാന ഉസ്റത്തുഹു ഫഖീറത്തുൻ ബിദാലിക നശ ഫി ഹിജ്റിൽ ഫഖർ വൽ ഹിർമാൻ. ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ ദരിദ്രമായ ഒരു ദാരിദ്ര്യത്തിന്റെ മടിത്തട്ടിലാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. ഹാജറ മഅ ഉസ്റത്തിഹി ഇലാ ബോസ്റ്റൺ ഫിൽ വിലായാത്തിൽ മുത്തഹിദ ഷിമാലിയ. ബോസ്റ്റണിൽ അദ്ദേഹം ഹിജറ പോയി കുടുംബസമേതം USA ബോസ്റ്റണിൽ സന 1895. ഹയാത്തുഹു ദിറാസിയ. ആ കാലത്ത് സിറിയ, ലബനാൻ ഈ പ്രദേശങ്ങളിൽ നിന്നും 1800 അവസാന കാലഘട്ടങ്ങളിൽ ജോലി ആവശ്യാർത്ഥം അല്ലെങ്കിൽ കസ്ബൽ മാൽ ധനസമ്പാദനത്തിന്റെ ആവശ്യാർത്ഥം പല ആളുകളും USA പോലെ, അതേപോലെ ബ്രസീൽ, അർജന്റീന പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു. പലായനം ചെയ്യാനുണ്ടായ കാരണം ഈ സിറിയ, ലബനാൻ പോലെയുള്ള പ്രദേശങ്ങളിലെ ദാരിദ്ര്യമായിരുന്നു, ക്ഷാമമായിരുന്നു അതിൻ്റെ കാരണം. എന്നിട്ട് ആ ഒരു ലിറ്ററേച്ചറിന് അവിടെ ഇവർ ഈ പരദേശിയെ പോലെ ജീവിക്കുന്നു. അവിടെ ചെറിയ സ്പേസുകൾ അവർ കണ്ടെത്തുന്നു. പതുക്കെ പതുക്കെ അവിടെ നിന്നും അവർ രചനകൾ നടത്തുന്നു. ആ രചന അറബ് മേഖലയിലേക്ക് അയച്ചുകൊണ്ട് അറബ് മേഖലയിൽ നിന്നും പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണത്തിൽ അത് പ്രസിദ്ധീകൃതമാകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത് അവർ ഈ പലായനം ചെയ്ത ഈ രാജ്യത്ത് തന്നെ അവിടെ നിന്ന് തന്നെ പല ക്ലബ്ബുകളും പല സംഘടനകളും കൂട്ടായ്മകളും ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് ആ കൂട്ടായ്മകളുടെ കീഴിൽ അവർ പല പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുന്നു. സ്വന്തമായിട്ട് അമേരിക്ക, അർജന്റീന, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അറബി പ്രസിദ്ധീകരണങ്ങൾ അവിടെ നിന്ന് തന്നെ അച്ചടിക്കുന്ന രൂപത്തിലേക്ക് അവർ വളരുന്നു. പിന്നീട് അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക്, ജന്മനാടുകളിലേക്ക് മടങ്ങുന്ന ഒരു രൂപം, അതിനെയാണ് അദബുൽ മിഹ്ജർ പ്രസ്ഥാനം എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. ആ മിഹ്ജർ പ്രസ്ഥാനത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഈ വ്യക്തി. ഹയാത്തുഹു ദിറാസി, അദ്ദേഹത്തിന്റെ പഠന ജീവിതം. ഇബ്തദാ ദിറാസത്തുഹുൽ ഇബ്തിദായിയ ഫി മസ്ഖത്ത് റഅസിഹി, അദ്ദേഹം തന്റെ ജന്മനാടിൽ തന്നെയാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ബഅദമാ വസല ഇലാ ബോസ്റ്റണിലേക്ക് എത്തിയപ്പോൾ അർസലഹു അഖൂഹു ബത്വരിസ് ഇലൽ മദ്രസ ലിയതഅല്ലമ ലുഗത്തുൽ ഇൻജിലീസിയ, അവിടെയുള്ള ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു സ്കൂളിലേക്ക് തന്റെ സഹോദരൻ ബത്വരിസ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ അയക്കുന്നു. സുമ്മ ആദഹു ഇലാ ലബനാൻ, പിന്നെ ലബനാനിലേക്ക് തന്നെ അദ്ദേഹത്തെ തിരിച്ച്
വരികയാണ് ലിയദുറുസൽ അറബി, അറബി ഭാഷ കൂടെ പഠിക്കാൻ. ഇൽതഹഖ ബിൽ മദ്രസത്തുൽ ഹിക്മ, മദ്രസത്തുൽ ഹിക്മയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. വക്കാന മൗദൂഹു ഹുനാക അൽ ഫൽസഫ വൽ അദബ് വ താരിഖുദ്ദീനി, ഇതൊക്കെയായിരുന്നു അവിടെ അദ്ദേഹം പഠിച്ച വിഷയങ്ങൾ. വീണ്ടും ആദയില ബോസ്റ്റൺ സന 1902 അദ്ദേഹം ബോസ്റ്റണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. വഫി സന 1908 ആയപ്പോൾ ദഹബ ഇല പാരീസ്, പാരീസിലേക്ക് അദ്ദേഹം യാത്ര പോകുന്നു. വൽതഹഖ ബിൽ മദ്രസൽ ഫന്നിയ, ആർട്സ് സ്കൂളുമായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു, അവിടെ അഡ്മിഷൻ എടുക്കുന്നു. വതലമ്മദ അല അഷ്ഹുരി റസാം മുആസിർ റോദാൻ, ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായ ഒരു അഗസ്റ്റ് റോഡിൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കീഴിൽ അദ്ദേഹം പഠനം നടത്തുന്നു. അങ്ങനെ പഠനം പൂർത്തിയാക്കിയിട്ട് സുമ്മ ആദയില ബോസ്റ്റണിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ആദ്യം ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ബോസ്റ്റണിലെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം, പിന്നീട് അറബി ഭാഷ പഠിക്കാൻ സ്വന്തം നാടായ ലെബനാനിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ മദ്രസത്തുൽ ഹിക്മയിൽ അഡ്മിഷൻ എടുക്കുന്നു. അവിടെ വെച്ച് ഫൽസഫയും അദബും താരീഖുദ്ദീനിയും ഒക്കെ പഠിക്കുന്നു. വീണ്ടും ബോസ്റ്റണിലേക്ക് തിരിച്ചു വരുന്നു. ബോസ്റ്റണിൽ നിന്ന് പാരീസിലേക്ക് പോകുന്നു. പാരീസിൽ വെച്ച് ആർട്ട്, കല, അദ്ദേഹം ഒരു നല്ലൊരു ചിത്രകാരനായിട്ട് മാറുന്ന രൂപത്തിൽ അദ്ദേഹം ആർട്ടും കൂടെ പഠിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഹയാത്തഹുൽ അദബിയ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെ നമുക്ക് രണ്ടാക്കിയിട്ട് മാറ്റാം. ഒന്ന്, അതിൽ ജിബ്രാൻ അദീബാണ്. അദീബ് എന്ന് പറഞ്ഞ സാഹിത്യകാരനാണ്. ഇന്ദഖല ഇല ന്യൂയോർക്ക്, 1912 അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകുന്നു. വസ്തഖറ ഫിഹ, അവിടെ സ്ഥിര താമസമാക്കുന്നു. ബദഅ തഅലീഫഹു ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ അവിടെ വെച്ച് അദ്ദേഹം രചനകൾ നടത്തുന്നു. അസറത്ത് ഫി നഫ്സിഹിൽ ഹർബ് അൽ ആലമിയത്തുൽ ഊല, ഒന്നാം ലോക മഹായുദ്ധം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനം ചെലുത്തി. തഅസീറൻ ബലീഗൻ അഹാത്ത ബിഹിൽ ഫഖർ വൽ മുസീബ, അങ്ങനെ വല്ലാത്ത മുസീബത്തും പ്രയാസങ്ങളും ദാരിദ്ര്യവും അദ്ദേഹത്തെ വലയം ചെയ്യുന്നു. വഖല്ല കുതുബഹു ഫിൽ ലുഗത്തിൽ അറബിയ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അറബി ഭാഷയിലുള്ള രചനകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു. എന്നിട്ട് വഫക്കർ, അദ്ദേഹം ചിന്തിച്ചു, ഫി തഅലീഫിൽ കിതാബ് ഫിൽ ലുഗ അൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ഭാഷയിൽ രചന നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. കാരണം അറബി ഭാഷയിലുള്ള രചനകൾ USA പോലെയുള്ള കൺട്രീസിൽ രചന നടത്തുമ്പോൾ എത്രമാത്രം വായനക്കാരുണ്ടാകുമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ഇംഗ്ലീഷ് ഭാഷയിലുള്ള രചനകൾ അദ്ദേഹം പിന്നീട് ആ മേഖലയിലേക്ക് അദ്ദേഹം മാറി ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അല്ലഫ സമാനിയത്തെ കുതുബ് ഫി സമാനിയത്തെ ആവാം, 8 വർഷം കൊണ്ട് 8 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. വ കിതാബുഹു അന്നബി എന്ന് പറയുന്നത്, ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന പുസ്തകം തറജമ ഇല 20 ലുഗ ഔ അക്സർ, 20-ലധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിന് പിറവി കൊള്ളുന്നത് ആ രൂപത്തിലായിരുന്നു. അപ്പോൾ ജിബ്രാൻ അദീബാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ജീവിതം, ജിബ്രാൻ റസ്സാം, ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹം ആർട്ട് പഠിച്ചത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജിബ്രാൻ റസ്സാമായി പിന്നീട് മാറുകയാണ്. കാന ജിബ്രാൻ റസ്സാമൻ കബീറൻ വബറാ ഫി ഫന്നി തസ്വീർ, ചിത്രീകരണം, ആർട്ടിൽ അദ്ദേഹം കഴിവ് തെളിയിക്കുകയും വലിയൊരു റസ്സാമായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. ഒരു ചിത്രകാരനായിട്ട് അദ്ദേഹം മാറി. ബാദ തസ്വീരിഹി മൗജൂദത്തുൻ ഫി മിത്ഹഫ് ജിബ്രാൻ ഫി ബിഷ്റായ്, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബിഷ്റായില് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മ്യൂസിയം മിത്ഹഫ് ഉണ്ട്. ആ മിത്ഹഫിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോഴും അവൈലബിൾ ആണ്. റസ്സമ ബിരീഷത്തിഹി സുവർ അൽ ഗസാലി വൽ മുത്തനബി വ ഇബ്ന ഖൽദൂൻ വ ഇബ്ന അൽ ഫാരിൽ വ മജ്നൂൻ ലൈല, ഇത്രയും ആളുകളെ അദ്ദേഹത്തിൻ്റെ പേന കൊണ്ട്, പെൻസിൽ കൊണ്ട് അദ്ദേഹം വരച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗസാലി, മുത്തനബി, ഇബ്ന ഖൽദൂൻ, ഇബ്ന അൽ ഫാരിൽ, മജ്നൂൻ ലൈല, ഇത്രയും ആളുകളെ ഉദാഹരണം മാത്രമാണ്. ഇതിൽ കൂടുതൽ ആളുകളെയും അദ്ദേഹം രേഖപ്പെടുത്തി വരച്ചിട്ടുണ്ട്. വകാന ലഹു ദൗഖുൻ ഫി സിഗരി സിന്നിഹി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെറുതെ ഒരു ചിത്രകാരനായിട്ട് പോകാൻ ശ്രമിച്ചതല്ല. അദ്ദേഹം ചെറുപ്പകാലത്തിൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ്, ദൗഖ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വസാഅത്തുഹു മാരി ഹാസ്കൽ അദ്ദേഹത്തെ സഹായിച്ചു. ലിയാൻ യുംഹിറ ഫിർ റസ്മ, ചിത്രീകരണത്തിൽ, ചിത്രകലയിൽ മാഹിറാകാൻ അദ്ദേഹത്തെ മാരി ഹാസ്കലാണ് സഹായിച്ചത്.
വഅർസലതുഹു ഇലാ പാരീസ് അലാ നഫഖതിഹ, തൻ്റെ ചിലവിൽ തന്നെ അദ്ദേഹം പാരീസിലേക്ക് അയച്ച് ചിത്രീകരണം പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജിബ്രാൻ അദീബാണ്, ജിബ്രാൻ റസ്സാമാണ് എന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇനി ഹയാത്തുദ്ദീനിയ, മതപരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ കാന ഉസ്റത്തുഹു മസീഹിയ്യത്തുൻ, ക്രൈസ്തവ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വലാകിൻ ജിബ്രാൻ ലൈസ ലഹു ദീനുൻ മുഅയ്യൻ, പക്ഷേ ജിബ്രാന് പ്രത്യേകമായൊരു മതമൊന്നും ഉണ്ടായിരുന്നില്ല. വഹുവ ലം യഅ്തഖിദ് അലാ അയ്യി ദീനിൻ അലാ ദീനിൻ ലദീ യുഫർരിഖു ബൈനൽ ഇൻസാൻ വൽ ഇൻസാൻ, മനുഷ്യന്മാരെ വേർതിരിക്കുന്ന മതങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. സാറ ജിബ്രാൻ അലാ ജമീഅൻ നാസ് വതഖാലീദിഹിം വമഖായിസിഹിം, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിലും അല്ലെങ്കിൽ പല പല ആചാരങ്ങളിലും പല ജനങ്ങൾക്കും അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വഹുവ യഅ്തഖിദ് അന്ന അദിയാനന്നാസ് വസിയാസതഹും വഫൽസഫതഹും യംലിഅന ഫീ നുഫൂസിഹിം മഖാവിഫൻ വറഅബതൻ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മതങ്ങൾ അതേപോലെ അവരുടെ രാഷ്ട്രീയവും അവരുടെ ഫിലോസഫിയും ഒക്കെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഭയം മാത്രമേ നിറക്കുകയുള്ളൂ എന്നൊരു ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം. ബൽ ഇറാദത്തുഹും ഫീ നുഫൂസിഹിം അൻ യസൂഖൽ ഇൻസാൻ ഇലാ തതവ്വുരിഹി വതഖദ്ദുമിഹി വതർഖിയതിഹി. അദ്ദേഹം പറയുന്നത് മനുഷ്യർ അങ്ങനെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി ജീവിക്കേണ്ടവരല്ല, മറിച്ച് അവരുടെ മുന്നേറ്റത്തിനും അവരുടെ പുരോഗതിക്കും വേണ്ടി മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും അവർ പുറത്തു വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകാരനായിരുന്നു ഖലീൽ ജിബ്രാൻ. നസാത്തുൽ ഇൻസാനിയ, അദ്ദേഹത്തിന്റെ മാനുഷികപരമായിട്ടുള്ള ഹ്യൂമൻ റെവല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അൽ അർദു കുല്ലുഹാ വതനിയ്യൻ വൽ ആയിലത്തുൽ ബശരിയ ആയിലതി ലിഅന്നി വജദ്തുൽ ഇൻസാന ദഈഫൻ വമിന അസ്സിഗാറ അൻ യുഖസ്സിം അലാ ദാതിഹി വൽ അർദു ദയ്യിഖത്തുൻ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഭൂമി മുഴുവനും ഒറ്റൊരു രാജ്യമാണ്, മനുഷ്യകുലങ്ങളൊക്കെ എൻ്റെ കുടുംബവുമാണ്, ഈ ഭൂമിയൊക്കെ എൻ്റെ ഭൂമിയാണ് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനും ഒരു മണ്ണും അധീനപ്പെടുത്താൻ സാധ്യമല്ല, എല്ലാവരുടേതുമാണ് എന്നൊരു കാഴ്ചപ്പാട്. ലിഅന്നി വജത്തുൽ ഇൻസാന ലഈഫൻ, അദ്ദേഹം മനുഷ്യനെ കണ്ടത് ലഈഫായിട്ടാണ്. വമിന സിഗാറ അൻ യുഖസ്സിം അലാ ദാതിഹി, ചെറുപ്പത്തിൽ തന്നെ ദാത്തിനെ അന്വേഷിക്കുന്ന, സ്വത്വത്തെ അന്വേഷിക്കുന്ന ഒരാളാണ്, ഒരു ജീവിയാണ് മനുഷ്യൻ. വൽ അർളു ലയ്യിഖത്തുൻ, ഭൂമി എന്ന് പറയുന്നത് ഇടുങ്ങിയതാണ്, വളരെ കുടുസായതാണ് എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നത്. ഇനി നശാത്താത്തുഹുൽ അദബിയ, സാഹിത്യപരമായ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹുവ മിൻ അർക്കാനിൻ നഹ്ളത്തിൽ അദബിയ ഫിൽ മിഹ്ജർ, നേരത്തെ നമ്മൾ പറഞ്ഞ മിഹ്ജർ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. റഈസ് റാബിത്തത്തുൽ ഖലമിയ, അവിടെ മിഹ്ജറിൽ അഥവാ മിഹ്ജർ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് കാണാം. ഒന്ന് അർജന്റീന, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവരും, രണ്ടാമത്തത് USA അമേരിക്കയിൽ ന്യൂയോർക്ക് ആസ്ഥാനമാക്കിയിട്ട് പലായനം ചെയ്ത ആളുകളും. അപ്പം ന്യൂയോർക്ക് ആസ്ഥാനമാക്കിയിട്ട് അവിടെ ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയുടെ പേരാണ് റാബിത്തത്തുൽ ഖലമിയ. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. വഹിയ ഹൈഅത്തുൽ ഉദബാ വശുഅറാഇൽ മുഅസിരീൻ അസ്സസത് സന 1920 സ്ഥാപിക്കപ്പെട്ട ഒരു സമകാലിക സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്, ഹൈഅത്താണ്, ഒരു ബോഡിയാണ്. വബദല മുഅലം വഖ്തഹു മഅ സുമലാഇഹി ലിതതവ്വുരി അർറാബിത വതർഖിയതിഹ വതഫറുഖിഹ. ഈ സംഘടന വളർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സമയവും അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ചു. സഅദഹു, അദ്ദേഹത്തെ സഹായിച്ചത് ഫി ഇൻഷാഇ റാബിത, ഈ റാബിത ഉണ്ടാക്കുന്നതിൽ, സ്ഥാപിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഹുവ മീഖാഇൽ നഈമ വ ഈലിയ അബു മാദി വ അബ്ദുൽ മസീഹ് ഹദ്ദാദ് വഗൈറഹും. ബഖിയത്ത് അർ-റാബിത ഹത്താ തുവഫി ജിബ്രാൻ സന 1931 അദ്ദേഹം മരണപ്പെടുന്നത് വരെ ഇതിന്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടെ വബഅദ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇൽമഹല്ലത്ത് ഖലീലൻ പതുക്കെ അത് ഇവിടെ നിന്നും ദുർബലമായി പോയി, ഇല്ലാതായി തീർന്നു.
ഉസ്ലുബഹു ഫി തഅലീഫ്, അദ്ദേഹത്തിന്റെ രചനയിലെ ശൈലി എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കാം. ഹുവ റായിദു തജ്ദീദ് ഫിൽ മിഹ്ജർ, മിഹ്ജർ പ്രസ്ഥാനത്തിലെ റായിദു തജ്ദീദ്, പുതുമയുടെ നേതാവ്, പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ രൂപങ്ങളും സാഹിത്യത്തിന് സമ്മാനിച്ച ഒരു നേതാവ്, റായിദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാക്കിയൊക്കെ അദ്ദേഹം ബറസ ജിബ്രാൻ ബി ഉസ്ലൂബിൻ ബാഹിർ വഅസ്ബഹ മദ്രസ ജദീദ ഫിൽ ബയാൻ ലിമാ ഫീഹി മിൻ അഖീലത്തിൻ വകിനായാത്തിൻ വഅൽവാനിൻ വഅൽഹാൻ ലം യകുൻ ജിബ്രാൻ യജ്രി അലാ ത്വരീഖ വാഹിദ ഫിൽ കിതാബ وهو حينا يكتب خيالا عاطفيا مجردا وحينا أحاسيس واقعة عميقة. ഒറ്റ ഒരു 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 ശൈലിയിൽ, ഒരു വഴിയിൽ തന്നെ രചനയിൽ അദ്ദേഹം ചടഞ്ഞുകൂടിയില്ല. ചിലപ്പോൾ ഭാവനാത്മകമായിട്ട് എഴുതും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളതുപോലെ വാഖഇയായിട്ട് അദ്ദേഹം, അതും ഡീപ്പായിട്ടുള്ള ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് അദ്ദേഹം രചനകൾ നടത്തിയിരുന്നു എന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൽ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇതിൽ ഉസ്ലൂബിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 പോയിന്റാണ്. ഒന്ന് റായിദു തജ്ദീദ് ഫിൽ മിഹ്ജറും, രണ്ടാമത്തത് വക്കാന ലം യകുൻ ജിബ്രാൻ യജ്രി അലാ ത്വരീഖ വാഹിദ ഫിൽ കിതാബ. ആ രൂപത്തിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉസ്ലൂബിനെ കുറിച്ച് പറയാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ ആസാറ് പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ രചനകളാണ് അദ്ദേഹം നടത്തിയത് എന്ന്. ഒന്ന്, ആദ്യമായിട്ട് എണ്ണുന്നത് അൻ-നബി, ദ പ്രൊഫറ്റ്, അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, അറായിസുൽ മുറവ്വിജ്, അൽ അർവാഹുൽ മുതമർരിദ, ദംഅത്തുൻ വ ഇബ്തിസാമ, അൽ മവാക്കിബ്, അൽ അവാസിഫ്, അൽ ബദാഇ വ ത്വറായിഫ്. ഇത്രയും രചനകൾ പ്രധാനപ്പെട്ടതാണ്. അല്ലഫ ജിബ്രാൻ ഫിൽ ലുഗത്തൈൻ അൽ അറബിയ വൽ ഇൻജിലീസിയ. നേരത്തെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലും രചനകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ വ അറബ അന്തോനിയോസ് വ അബ്ദുൽ ലത്തീഫ് ഷറാറ വ അന്തോനിയോ ഫാരിസ് മുഅല്ലഫാത്തുഹു അൽ ഇൻജിലീസിയ. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തികൾ അന്തോനിയോസും അബ്ദുൽ ലത്തീഫ് ഷറാറയും അന്തോനിയോ ഫാരിസുമായിരുന്നു. അതൊക്കെ അറബിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വസ്തുതയും നമ്മളിവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇനി മംഫലൂത്തിയാണ് ഈ ഒരു സ്ലൈഡിൽ ഉള്ളത്. പക്ഷെ മംഫലൂത്തി നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ത്വാഹ ഹുസൈൻ, അദ്ദക്കൂർ ത്വാഹ ഹുസൈൻ, ഡോക്ടർ ത്വാഹ ഹുസൈനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1888 ജനിക്കുന്നു, 1973 മരണപ്പെടുന്ന ആ കാലയളവിൽ ജീവിച്ച ഒരു ഇതിഹാസ പുരുഷനായിരുന്നു ഡോക്ടർ ത്വാഹ ഹുസൈൻ. മുഫക്കിർ, ചിന്തകനാണ് അദ്ദേഹം. അദീബ് മിസ്രി, ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. വാസിയ ഷുഹറത്ത്, വളരെ വിശാലമായ പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തി കൂടിയാണ്. വരിഫ ബി അമീദ് അൽ അദബ് അൽ അറബി, അമീദ് അൽ അദബ് അൽ അറബി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലഹു ദൗറുൻ അലീമുൻ ഫി തഅലീഫ് ഫിൽ അദബ് അൽ ഹദീസ്, മോഡേൺ സാഹിത്യത്തിൽ വളരെ വിലപ്പെട്ട രചനകൾ നടത്തി സാഹിത്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ റോള് വഹിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ത്വാഹ ഹുസൈൻ. വകദാലിക ലഹു ദൗറുൻ ഫി മൈദാനി അൽ വതൻ വസഖാഫ, കൾച്ചറിലും രാഷ്ട്ര നിർമ്മാണത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ റോളുകൾ ഉണ്ടായിരുന്നു. കേവലം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, രാഷ്ട്രത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച, സേവനം ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ ത്വാഹ ഹുസൈൻ. വലഹു ദൗറുൻ കബീറുൻ ഫി ഹഖ്ലി തർബിയ, വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട റോളുകളുണ്ട്. ഇത് അഖറ തഅലീം അൽ മജാനി, ഫ്രീ വിദ്യാഭ്യാസം, ഫ്രീ എഡ്യൂക്കേഷൻ അംഗീകരിച്ചപ്പോൾ ലഅബ്നാഇ ശഅബിഹി, തൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക്, രാജ്യത്തെ ജനങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ഇന്ദമാ തവല്ല മൻസിബ വിസാറത്തുൽ മആരിഫ്, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലെ ഒരു പോസ്റ്റ് അദ്ദേഹം വഹിച്ച സമയത്തായിരുന്നു. വഖാല ഖൗലുഹുൽ മശ്ഹൂർ, അദ്ദേഹം ആ സമയത്ത് ഒരു പ്രസിദ്ധമായ ഒരു വാക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അത്തഅലീം, എഡ്യൂക്കേഷൻ എന്നത് ഇജ്ബാരിയാണ്, നിർബന്ധമാണ്, മാൻഡേറ്ററിയാണ്. കൽമാഇ വൽ ഹവാ,
വെള്ളവും വായുവും ഒരു മനുഷ്യന് എത്രമാത്രം നിർബന്ധമാണോ അതേപോലെ തന്നെ നിർബന്ധമായ ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്ര നിർമ്മാണത്തിലും സാഹിത്യ പുരോഗതിയിലും അദ്ദേഹം വ്യക്തമായ റോള് വഹിച്ച ഒരു ഇതിഹാസ പുരുഷൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാം. ഉലിദ താഹ ഹുസൈൻ സന 1889 1889 അദ്ദേഹം മുഹാഫലത്തി മഗാഗ ഫി മിസ്ർ അൽ ഉല്യ, മിസ്റിലെ മഗാഗ എന്ന് പറയുന്ന ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. വതുവഫി ഫി സന 1973 മീലാദി 1973 ഫി ഉംരിഹി അറാബിയ വസമാനീൻ 84-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നു. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. وكان ذلك بعد يوم واحد في نيله جائزة الأمم المتحدة لأبرز المنجزات في حق حقوق الإنسان. മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും UNO അതിനുള്ള ഒരു പ്രൈസ് നൽകുകയും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നത്. അഥവാ വക്കാന ദാലിക, ഈ മരണം ബഅദ യൗമിൻ വാഹിദ്, ഒരു ദിവസത്തിന് ശേഷമാണ്, മിൻ നൈലിഹി, അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ, ജായിസത്ത് അൽ ഉമം അൽ മുത്തഹിദ, UNOയുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്രൈസ്. എന്തിനുള്ള പ്രൈസാണ്? ലി അബ്രസിൽ മുൻജസാത്ത്, മികച്ച വ്യക്തി അല്ലെങ്കിൽ മികച്ച സേവനം, ആ ഒരു സേവനത്തിന്റെ നേട്ടത്തിന്റെ ആദരസൂചകമായി ഫി ഹഖ്ലി ഹുഖൂഖിൽ ഇൻസാൻ, മനുഷ്യാവകാശം എന്ന ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിന്റെ നല്ല നല്ല സേവനങ്ങൾ പരിഗണിച്ചുകൊണ്ട് UNO അദ്ദേഹത്തിന് നൽകിയ പ്രൈസാണത്. അത് കിട്ടിയ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഫുഖിദ ബസ്റഹു, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വഹുവ ഫി നഹ്വി സാലിസ മിൻ ഉംരിഹി, തന്റെ 3-ാമത്തെ വയസ്സിൽ. വമഅ ദാലിക്, അതോടുകൂടെ അക്കിബ അല തഅല്ലും, അദ്ദേഹം പഠനത്തിൽ വ്യാപൃതനായി. പഠനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം മാറ്റി. വബറസ ഫി ദിറാസതിഹിൽ അക്കാദമിയ, അദ്ദേഹം അക്കാഡമിക് സ്റ്റഡീസിൽ അദ്ദേഹം നിപുണനായിട്ട് മാറുകയും ചെയ്തു. ബാരിസായിട്ട് അദ്ദേഹം മാറി. വനാല അഅല ദറജാത്തിൽ ഇൽമിയ, വൈജ്ഞാനിക മേഖലയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജകളിൽ അദ്ദേഹം എത്തിപ്പെടുകയും ചെയ്തു. വഫി സന 1903 ദഖല അൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു, അഡ്മിഷൻ എടുത്തു. വകാന അസ്ഹരിയൻ, എന്നിട്ട് അദ്ദേഹം അസ്ഹരിയായിട്ട് മാറി. മുഅമ്മിമൻ യക്റഹുൽ അസ്ഹർ, അസ്ഹറിന്റെ ചില നിലപാടുകൾ അദ്ദേഹം ഇഷ്ടപ്പെടാതെ അതിനെതിരെ അഭിപ്രായം പറഞ്ഞുകൊണ്ട്, വയസൂറു അല തഖാലിദിഹി, അസ്ഹറിന്റെ പാരമ്പര്യമായിട്ട് അവർ പുലർത്തി പോന്നിരുന്ന ചില ആചാരങ്ങളെ അദ്ദേഹം എതിർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു അസ്ഹരിയായിരുന്നു അദ്ദേഹം. വഫീസൻ 1913 ഇൽതഹഖ ബിൽ ജാമിയത്തുൽ മിസ്രിയ, അഥവാ ജാമിയത്തുൽ ഖാഹിറ അൽ ഹാലിയ, ഇന്നത്തെ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം 1913 ജോയിൻ ചെയ്തു. ലിദ്ദിറാസത്തുൽ മദനിയ ഫനാല ഫിഹ ദക്തൂറ അൽ ഊല, അവിടെ വെച്ച് അദ്ദേഹം 2 ഡോക്ടറേറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 1-ാമത്തെ ഡോക്ടറേറ്റ് ജാമിയത്തുൽ ഖാഹിറയിൽ വെച്ചാണ്, ഫിൽ ആദാബ്, സാഹിത്യത്തിൽ. സന 1914 അല റിസാലത്തിഹി, തന്റെ തിസീസ്, അന്ന് അദ്ദേഹം PhD കിട്ടാൻ വേണ്ടി അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ച റിസാലത്ത് അഥവാ തിസീസ് എന്ന് പറയുന്നത് തജ്ദീദ് ദിക്റ അബുൽ അല മഅരിയെ കുറിച്ചുള്ള തജ്ദീദ് ദിക്റ അബുൽ അബ്ല എന്ന് പറയുന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന് PhD. വബഅദ ദാലിക ബഅസഹുൽ ജാമിയ, യൂണിവേഴ്സിറ്റി തന്നെ പിന്നെ അദ്ദേഹത്തെ അയക്കുകയാണ് ഇല സോർബോൺ പാരീസ്, പാരീസിലെ സോർബോണിലേക്ക്. ഹൈസുനാല ദക്തൂറ അസാനിയ ഫിൽ ഫൽസഫ, അവിടെ വെച്ചിട്ട് അദ്ദേഹം ഫിലോസഫിയിൽ 2-ാമത്തെ ഡോക്ടറേറ്റ് നേടുകയാണ്. അല റിസാലത്തിഹി ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ അൽ ഇജ്തിമായിയ, ഇബ്നു ഖൽദൂന്റെ സോഷ്യൽ ഫിലോസഫി എന്ന് പറയുന്ന തിസിസിലാണ് 2-ാമത്തെ ഡോക്ടറേറ്റ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വഫി സന 1925 ഉയ്യിന ഉസ്താദ് അൽ ആദാബ് അൽ അറബിയ ഫിൽ ജാമിയത്തുൽ മിസ്രിയ, ജാമിയത്തുൽ കെയ്റോയിൽ, അഥവാ ജാമിയത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞാൽ കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ പഴയ പേരാണ്. മേലെ നമ്മളത് പറഞ്ഞു. ആ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അറബി സാഹിത്യത്തിലെ പ്രൊഫസറായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു.
വഖദ് ദറസ ഫളൻ അനിൽ അദബ് വത്താരീഖ് വൽ ഫൽസഫ വത്തർബിയ. അതിന് പുറമെ അദ്ദേഹം സാഹിത്യം, അതേപോലെ ചരിത്രം, ഫിലോസഫി, എഡ്യൂക്കേഷൻ ഇതൊക്കെ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഫി സന 1930 ആയപ്പോൾ ഇൻതദബ അമീദ് അൽ കുല്ലിയ അൽ ആദാബ് ഫി തിൽക്കൽ ജാമിയ, ആ യൂണിവേഴ്സിറ്റിയുടെ ആർട്സിലെ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലെ അമീദായിട്ട്, അമീദുൽ കുല്ലി എന്ന് പറഞ്ഞ ഡീനായിട്ട് അദ്ദേഹം മാറി. വഖദ് അസ്ബഹ് ഫി സന 1943 അവൽ മുദീർ ലിജാമിഅ അൽ ഇസ്കന്ദറിയ, അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയുടെ മാനേജറായിട്ട്, മുദീറായിട്ട് അദ്ദേഹം പിന്നീട് 1940 അദ്ദേഹം മാറുകയാണ്. വഫി സന 1950 ആയപ്പോൾ ഉഫ്തീറ വസീർ അലി താലീം, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഒരു സാഹിത്യകാരൻ ഈജിപ്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന ഉന്നത പദവിയിൽ എത്തിപ്പെടുകയാണ്. അതാണ് താഹ ഹുസൈൻ. അത് വർഷം 1950 ആയിരുന്നു. വബഅദ സന 1952 എഴുത്തസല താഹ ഹുസൈൻ അൽ അമൽ റസ്മി, 52 ആയപ്പോൾ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്നു. വമഅ ദാലിക് ഫഖദ് മനഹത്തുഹു അദ്ദൗല സന 1959 ജായിസത്ത് തഖ്ദീരിയ ലിൽ അദാബ്, സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് ആദരസൂചകമായി 1958 അദ്ദേഹത്തിന് രാഷ്ട്രം ആദരവ് അർപ്പിക്കുകയുണ്ടായി. ബദ ഹയാത്തഹു സുഹ്ഫിയ, പിന്നീട് അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ജീവിതങ്ങൾക്കൊക്കെ പുറമെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. ബദ ഹയാത്തഹു സുഹ്ഫിയ 1919 ഫിൽ ജരീദ, ജരീദ എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം സുഹ്ഫി അഥവാ ജേർണലിസ്റ്റ് ആയിട്ട് മാറി. വസാറ സുഹ്ഫിയൻ ഫി ജരീദത്ത് കൗക്കബ് ഷർക്ക്, കൗക്കബ് ഷർക്ക് എന്ന് പറയുന്ന പത്രത്തിലും അദ്ദേഹം സുഹ്ഫി ആയിരുന്നു. സന 1933 വസാറ വാഹിദൻ മിൻ റുഅസാഇ തഹ്രീർ സഹീഫത്തുൽ ജംഹൂരിയ, അൽ ജംഹൂരിയ എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിലെ ഒരു അംഗമായിട്ട്, അല്ലെങ്കിൽ റുഅസാ തഹ്രീർ, ചീഫ് എഡിറ്റർമാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. ഫി സന 1917 തസവ്വജ ഫറൻസിയ, ഒരു ഫ്രഞ്ചുകാരി അദ്ദേഹം കല്യാണം കഴിച്ചു. ഇസ്മുഹ സൂസൻ, പേര് സൂസൻ എന്നാണ്. വ അൻജബ മിൻഹ സയ്യിദ അമീന ഹറമുദ് ദക്തൂർ മുഹമ്മദ് ഹസൻ അസ്സയ്യാത്ത്. ഹസൻ അസ്സയ്യാത്ത്, മുഹമ്മദ് ഹസൻ അസ്സയ്യാത്ത് എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യ ചരിത്രം രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനും ഒരു ഹിസ്റ്റോറിയനുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ സയ്യിദ അമീന. വദ്ദക്തൂർ മുഅന്നിസ് അല്ലദീ കാന യഅമൽ ഫി മൻളിബത്ത് അൽ ഊൻസ്കോ ബി പാരീസ്, പാരീസിലെ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന മുഅന്നിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ മുഅന്നിസും ഡോക്ടർ താഹ ഹുസൈൻ്റെ മകനാണ്. അപ്പൊ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. ഷഖ്സിയത്തു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. വലി താഹ ഹുസൈൻ മക്കാന ഖാസ ഫി മജാലിൽ അദബിൽ അറബി അൽ ഹദീസ്, മോഡേൺ അറബി സാഹിത്യത്തിന്റെ മേഖലയിൽ പ്രത്യേകമായൊരു സ്ഥാനം താഹ ഹുസൈനുണ്ട്. വഫി ഉസ്ലൂബിഹിൽ ഇബ്തികാർ വൽ ഇബ്തിദാ, പുതിയ പുതിയ ശൈലികൾ അദ്ദേഹം എഴുത്തിൽ സ്വീകരിച്ചു. വസയബ്ഖാ ഉസ്ലൂബഹു മുഖ്തലിഫൻ മിൻ അസാലിബിൽ മുആസിരീൻ ഫിൽ അദബിൽ ഹദീസ്, മോഡേൺ സാഹിത്യത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തന്റെ സമകാലികരായ സാഹിത്യകാരന്മാരുടെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ, ഉസ്ലൂബഹു മുഖ്തലിഫൻ, ഒരു വ്യത്യസ്തമായ ശൈലിയായിരുന്നു അദ്ദേഹത്തിന്. വയോറഫ് ഉസ്ലൂബഹു ബി ഉസ്ലൂബി താഹ ഹുസൈൻ ഫിൽ അദബ്, അത് താഹ ഹുസൈൻ്റെ ഉസ്ലൂബ് എന്ന ഒരു പ്രത്യേക പേരിൽ തന്നെ പിന്നീട് അറിയപ്പെടുകയുണ്ടായി. ഷഖ താഹ ഹുസൈൻ നഹ്ജൻ ജദീദൻ ഫി നഖ്ദിൽ അദബ്, അദബ് സാഹിത്യ നിരൂപണത്തിൽ പുതിയൊരു വഴി തന്നെ അദ്ദേഹം വെട്ടിത്തെളിച്ചു. വദിറാസതഹു ഖലബൽ മവാസീൻ വനഖദ താഹ ഹുസൈൻ ഉദബാ അൽ മുആസിരീൻ മിൻ മിസ്ർ മിസ്ല മൻഫലൂത്തി വശൗഖി ഇല തൗഫീഖുൽ ഹക്കീം, അഹ്മദ് ഷൗഖി, മൻഫലൂത്തി, തൗഫീഖുൽ ഹക്കീം വരെയുള്ള ആളുകളെ, അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകൾ അദ്ദേഹം നഖദ്, നിരൂപണം നടത്തിയിരുന്നു. കുത്ബഹു, അദ്ദേഹത്തിന്റെ രചനകൾ. തറക്ക വറാഅഹു അദദൻ മിൻ മുഅല്ലഫാത്ത് വഖദ് തറജ്ജമ ബഅദഹു ഇലാ ലുഗാത്ത് ഔറോപ്പിയ മുഖ്തലിഫ, വ്യത്യസ്തമായ യൂറോപ്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട എണ്ണമറ്റ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. അതിലൊന്ന് പ്രശസ്തമായത് അൽ അയ്യാം സീറ ദാത്തി, അദ്ദേഹത്തിന്റെ ആത്മകഥ രേഖപ്പെടുത്തിയ തൻ്റെ ആത്മകഥ പുസ്തകം അൽ അയ്യാം. ഹദീസുൽ അറബിയ അല ഹാമിഷ് സീറ, അൽ ഖുലഫ ഉർ റാഷിദൂൻ, അതിൽ തന്നെ ഷെയ്ഖാൻ, അൽ ഫിത്നത്തുൽ കുബ്ര, അലി വ ബനൂഹു,
അൽ അദബ് വൻ നഖദ് ഫിൽ അദബിൽ ജാഹിലി മഅൽ മുത്തനബി. ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായതാണ്. ഇനി അൽ വഅദ് ഇസ്ലാമിക പുസ്തകങ്ങളാണ്. അൽ വഅദ് വൽ ഹഖ് മിർആത്തുൽ ഇസ്ലാം, ഇൽമുൽ ഇജ്തിമാഇൽ ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ അൽ ഇജ്തിമായി, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ PhD തീസിസ് ആണ്. ഇൽമുൽ അദബ് അൽ മുഅദ്ദിബൂന ഫിൽ അർദ് എന്ന പുസ്തകം, അൽ ഖിസസ് വ റിവായാത്തിൽ അൽ ഹുബ് അല്ലാഇ, ദുആഉൽ കർവാൻ, ഷജറത്തുൽ ബുഊസ്, അഹ്ലാം ഷഹർസാദ്. ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ഇതിൽ മിക്കതും യൂറോപ്യൻ ലാംഗ്വേജിൽ വരെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടെ നമ്മൾ ഡോക്ടർ താഹ ഹുസൈൻ എന്ന ഇതിഹാസ നായകന്, ഇതിഹാസ ചരിത്രകാരന്, ഇതിഹാസ സാഹിത്യകാരനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിം, പ്രശസ്തനായ 1871 മുതൽ 1932 വരെ ജീവിച്ച വളരെ പ്രമുഖനായ വ്യക്തിത്വമാണ് ഹാഫിദ് ഇബ്രാഹിം. അദ്ദേഹം ഷാഇറുൻ നീൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ ഷാഇറുൻ നീൽ മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിം ഫഹ്മി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഷാഇറുൻ നീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൈലിന്റെ കവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഈജിപ്തിലാണ് ജനിക്കുകയും അവിടെയാണ് വളരുകയും ഈജിപ്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും തൻ്റെ പേന ചലിപ്പിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ഷാഇറുൻ നീൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉലിദ ഫി സഫീന, ഒരു കപ്പലിലാണ് അദ്ദേഹം ജനിച്ചത്. കാന തർസു അല ഷാത്തിഇൻ നീൽ, നൈൽ നദിയുടെ തീരത്തുകൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പലിലാണ് അദ്ദേഹം ജനിച്ചത്. അമാമ ബൽദത്ത് ദൈറൂത്ത്, സന 1871 ദൈറൂത്ത് എന്ന പട്ടണത്തിന്റെ അടുത്ത്. ഖാന അബൂഹു ഫഹ്മി മിസ്രിയുൻ മുഹന്ദിസ് വ ഉമ്മുഹു തുർക്കിയ, പിതാവ് മിസ്രിയാണ്, എഞ്ചിനീയർ ആയിരുന്നു, ഉമ്മ തുർക്കിക്കാരിയുമായിരുന്നു. ഹദാസത്തുഹു വ നശ്അത്തുഹു തുവഫി വാലിദഹു വ ഹുവ ഫി റാബിയ മിൻ ഉംരിഹി, തൻ്റെ 4-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. ഫൽത്തറത്ത് വാലിദത്തുഹു അൻ തൻഖില ഇലൽ ഖാഹിറ, പിന്നീട് ഉമ്മ കെയ്റോയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ നിർബന്ധിതയായി. വതഈശു ഫി ബൈത്തി അഖിഹ, മുഹമ്മദ് അഫന്ദി നിയാസി എന്ന് പറയുന്ന തൻ്റെ ഉമ്മയുടെ സഹോദരന്റെ വീട്ടിൽ അവർ താമസിച്ചു. ഹുവ മുഅല്ലിഫൻ ഫി മസ്ലഹത്തി തൻലീം, അദ്ദേഹം ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മസ്ലഹത്ത് തൻലീമിലെ ഒരു മുഅല്ലിഫായിരുന്നു, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അൽഹഖഹു ബിൽ ഖുത്താബ്, അദ്ദേഹം എഴുത്തുകാരുമായിട്ട് ഇദ്ദേഹത്തെ ഹാഫിദ് ഇബ്രാഹിമിനെ ബന്ധപ്പെടുത്തി. സുമ്മ തഅല്ലമ ഫിൽ മദാരിസ് അൽ മുഖ്തലിഫ, വ്യത്യസ്തമായ സ്കൂളുകളിൽ പഠിപ്പിച്ചു. വ അഖീറൻ ഫിൽ മദ്രസ അൽ ഹുദൈവി, അവസാനമായിട്ട് ഹുദൈവി സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. സുമ്മ ദഹബ മഅ ഖാലിഹി ഇല തൻത്വ, പിന്നെ അമ്മാവന്റെ കൂടെ തൻത്വയിലേക്ക് അദ്ദേഹം പോവുകയാണ്. യംലഉ ഫറാഅഹു ബിൽ മുതാലഅ വ ഖർദി ശഅർ, അദ്ദേഹത്തിന്റെ ഒഴിവ് സമയം വായനയിലും കവിതാരചനയിലും അദ്ദേഹം മുഴുകി. വഹഫിള മിനൽ അംസാൽ വൻ നവാദിർ വത്തറഫ് മിന ഷെയറിൽ ഖദീം വൽ ഹദീസ്, പഴയതും പുതിയതുമായ കവിതകളുടെ ഭാഗങ്ങളും അപൂർവമായ ചില കാര്യങ്ങളും മസലുകളൊക്കെ അദ്ദേഹം ഹിഫ്ള് ചെയ്തു, ബൈഹാട്ടാക്കി. ഹദറ ഫി മദ്രസത്തിൽ ജാമിഅ അൽ അഹ്മദി ഫി തൻത, തൻതയിലെ ജാമിഅ അൽ അഹ്മദി എന്ന് പറയുന്ന മദ്രസയിൽ അദ്ദേഹം ഹാദിറായി. ഇലൽ അദബ് വശ്ശാർ വമാല ഇലൽ അദബ് വശ്ശാർ, അങ്ങനെ സാഹിത്യത്തിലേക്കും ഷെയറിലേക്കും അദ്ദേഹം തൻ്റെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു. കാന യുഹിബ്ബുൽ ബാറൂദി, നമ്മൾ കഴിഞ്ഞ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മഹ്മൂദ് സാമി അൽ ബാറൂദി, അദ്ദേഹമാണ് ആധുനിക കാലഘട്ടത്തിൽ ഒന്നാമത്തെ കവിയായിട്ട് നമ്മൾ എണ്ണാറുള്ളത്. ഖാന യുഹിബ്ബുൽ ബാറൂദി, ബാറൂദി അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. വക്കാന ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൻ നജ്ജാർ ഉസ്താദഹു ഹുനാക്, അവിടുത്തെ തൻ്റെ ഗുരുവായ അബ്ദുൽ വഹാബ് നജ്ജാർ എന്ന ഷെയ്ഖായിരുന്നു. തവജ്ജഹ ഇലൽ മുഹാമാത്ത് വൽതഹഖ ബി മകാതിബ് ബഅദൽ മുഹാമീൻ, അദ്ദേഹം നിയമ പഠനത്തിലേക്ക് അദ്ദേഹം മുന്നിടുകയും അതിനുവേണ്ടി തിരിക്കുകയും ഒരുപാട് വക്കീലന്മാരുടെ, അഡ്വക്കേറ്റ്സിന്റെ ഓഫീസുകളിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. വന്തഖല മിൻ മക്തബ ഇല മക്തബ്, എന്നിട്ട് ഓരോ ഓഫീസുകളിലും ഇങ്ങനെ അദ്ദേഹം കയറി ഇറങ്ങി, അഥവാ ജോലി ആവശ്യാർത്ഥം. ലാ യാരിഫിൽ മിഹ്ന സബാതൻ വലാ ഇസ്തിഖ്റാറൻ ഫഖാബ അമലഹു, പക്ഷെ അദ്ദേഹത്തിന് ഈ അടിക്കടി ഉണ്ടായിരുന്ന മാറ്റങ്ങൾ
ഓരോ ഓഫീസുകൾ തോറും മാറി മാറി അദ്ദേഹം ജോലി ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ജോലിയിൽ ഒരു സ്ഥിരത കിട്ടാതായപ്പോൾ ഫഹാബ അമലഹു, അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തെ അദ്ദേഹം അതിൽ നിരാശനാവുകയും അത് ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ഹയാത്തഹുൽ അസ്കരി, അദ്ദേഹം ഒരു സൈന്യനായി ഒരു സൈനിക ഓഫീസറായിട്ട് അദ്ദേഹം മാറുകയാണ്. ഇന്തഖല ഹാഫിദ് അൽ ഖാഹിറ, കൈറോയിലേക്ക് പോയി. വൽതഹഖ ബി മദ്രസത്തുൽ ഹർബിയ, മദ്രസത്തുൽ ഹർബിയ എന്ന് പറഞ്ഞാൽ സൈനിക സ്കൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. സന 1858. വഫീസന 1891 തഖറജ ലാബിത്തൻ ഫിൽ ജയ്ഷ് ബിറുത്ബത്തിൻ മുലാസിം, ഒരു നല്ലൊരു ഹൈ റാങ്കിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി. ഫഉയ്യിന ഫി നളാറത്തുൽ ഹർബിയ, പിന്നീട് അദ്ദേഹം നളാറത്തുൽ ഹർബിയ എന്ന് പറയുന്ന ഒരു ചുമതല അദ്ദേഹത്തിന് കൊടുത്തു. യുദ്ധത്തിന്റെ മേൽനോട്ടം വഹിക്കുക എന്ന ആ ഒരു ഖിസ്മിലേക്ക് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യിപ്പിച്ചു. സുമ്മ നഖല ഇലാ ദായിറത്തുൽ പോലീസ് ഫി വിസാറത്തുൽ ദാഖിലിയ, പിന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് മാറി. വഫീസന 1996 അർസല ഇല സൂദാൻ മഅൽ ഹംലത്തുൽ മിസ്രിയ, മിസ്രിന്റെ പടയോടൊപ്പം സുഡാനിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചു. ഫലം തത്തിബ് ലഹു അൽ ഹയാത്ത് ഹുനാക, അദ്ദേഹത്തിന്റെ ജീവിതം വല്ലാതെ സുഖകരമായ, സൗഖ്യമുള്ള, നന്മ നിറഞ്ഞ, സന്തോഷകരമായ ജീവിതമായിരുന്നില്ല. വസാറ ലിബാത്ത് ഫഹൂക്കിമ വആദഹു ഇലാ മിസ്ർ, ചില ഓഫീസർമാരുമായിട്ട് അദ്ദേഹം അവിടെ പല വിപ്ലവങ്ങളും പല അസ്വാരസ്യങ്ങളും അവിടെ സംഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മിസ്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഓർഡർ വരിക. അങ്ങനെ അദ്ദേഹം മിസ്റിലേക്ക് തിരിച്ചു വന്നു. ലമ്മ ആദ ഇലാ മിസ്ർ ഇൻസറഫ ഇലാ മുആലജത്ത് ഷിഅർ, മിസ്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ കവിതകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. وكان حافظ بك إبراهيم قد تأثر بإصلاحات الشيخ محمد عبده في السياسة والاقتصاد. പൊളിറ്റിക്സിൽ മുഹമ്മദ് അബ്ദുവിൻ്റെ ഇസ്ലാഹാത്തുകൾ, അദ്ദേഹത്തിൻ്റെ പുരോഗമനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന നീക്കങ്ങളിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തപ്പെട്ടിരുന്നു. വക്കാന യുറാസിലഹു, അദ്ദേഹം കത്തിടപാടുകൾ നടത്തുമായിരുന്നു. അയ്യാമ മഖാമിഹി ബി സുദാനിൽ ജോലി ചെയ്യുന്ന സമയത്ത്. ആരുമായിട്ട്? മുഹമ്മദ് അബ്ദുവുമായിട്ട്. ഫലമ്മ ആദ ഇലൽ ഖാഹിറ സഹിബ ഷെയ്ഖ് വലാസമഹു, പിന്നീട് കെയ്റോയിലേക്ക്, ഈജിപ്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ, സുഡാനിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ മുഹമ്മദ് അബ്ദുവുമായിട്ട് അദ്ദേഹം കൂട്ടുകൂടുകയും അദ്ദേഹത്തിന്റെ ഒരു പിൻപറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്തു. ഷാഇറുൽ ഇജ്തിമാഇ വൽ വതൻ എന്ന പേരിൽ മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിം അറിയപ്പെടുന്നുണ്ട്. കാരണം ലം യജിദ് ഹാഫിദ് ഇബ്രാഹിം മജാലൻ ലികസ്ബി ഖൂതിഹി, അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ ഒരു കൃത്യമായ ഒരു ഒരു മേഖല നമുക്ക് കാണാൻ സാധ്യമല്ല. വത്തജഹില ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെ ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. വതഅറഫ അൻ ത്വരീഖിഹി അല തബഖത്തിൽ മുംതാസ മിനൽ മിസ്രിയീൻ വഹിയ തബഖ അല്ലതി കാനത് തുഫക്കിർ ഫിൽ ഇസ്ലാഹി ദീനി വൽ ഇജ്തിമാഇ വസിയാസി മിസ്ല ഖാസിം അമീൻ, സഅദ് സാലൂൽ, അഹ്മദ് ലുത്ഫി സയ്യിദ് പോലെയുള്ള കുറെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ സോഷ്യൽ മതപരമായ റിഫോംസുകൾ ആ ഒരു മേഖലയിൽ ചിന്തിക്കുന്ന ഒരു ത്വബഖ ആ സമയത്ത് ഈജിപ്തിലുണ്ടായിരുന്നു. അവരുടെ വഴിയെ മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള, സഅദ് സല്ലൂലിനെ പോലെയുള്ള, ഖാസിം അമീൻ, അഹ്മദ് ലുത്ഫി സയ്യിദിനെ പോലെയുള്ള ആളുകൾക്ക് പിന്നാലെ അദ്ദേഹം പോവുകയും ആ ആശയങ്ങളോട് അദ്ദേഹം സ്വാധീനിക്കപ്പെടുകയും അവരുടെ കൂടെ അദ്ദേഹം ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫസാറ ഹാഫിൽ ഷാഇർ മിസ്ർ അൽ ഇജ്തിമാഇ, മിസ്റിന്റെ സോഷ്യൽ പോയറ്റായിട്ട് അദ്ദേഹം മാറുകയാണ്. വഖറദ ഖസായിദ് കസീറ അനിൽ മലാഹിർ അൽ ഇജ്തിമാഇയ മിസ്ല മാ ഖാല ഫി ഖസീദതി അൻ ഹാദിസത്തി ദാൻഷുവായ് സംഭവങ്ങളെ പോലെയുള്ള പല സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പല മലാഹിർ, പല പ്രശ്നങ്ങളെയും പല മേഖലകളെയും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കവിതകൾ രചിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സാറ ഹാഫിൽ ഷാഇർ മിസ്രി അൽ ഇജ്തിമാഇ,
കാനത്ത് സൈഫൻ ഖാത്തിയൻ ലിദ്ദൽ മുസ്തഅമിരീൻ. ഇത് ഹാദിസത്ത് ദാൻഷുവ എന്ന് പറയുന്നത് കാനത്ത് സൈഫൻ ഖാത്തിയൻ, വലിയൊരു മൂർച്ചയുള്ള വാളായിട്ട് മാറിയിരുന്നു ലിദ്ദൽ മുസ്തഅമിരീൻ, അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള ഒരു വലിയൊരു ആയുധം തന്നെയായിട്ട് ഹാദിസത്ത് ദാൻഷുവായി മാറിയിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ കവിതയിൽ അൽ മലാഹിർ അൽ ഇജ്തിമാഇയായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അറഫൽ ഇൻജിലീസ് അൻ അഷ്ഹാർ ഹാഫിൽ തുഹയ്യിജ് നുഫൂസ സാമിഈൻ. ഇംഗ്ലീഷുകാർ ആ സമയം ഹാഫിലിന്റെ കവിതകൾ കേൾവിക്കാരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹാവലു അൻ യസ്കുതഹു ബിമൻഹിൽ വളീഫ, ഒരു ഉദ്യോഗം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നിശബ്ദനാക്കി. വഉയ്യിനഹു റഈസൻ ലിൽ ഖിസ്മിൽ അദബി ഫി ദാരിൽ കുതുബ് അൽ മിസ്രിയ. ദാറുൽ കുതുബ് അൽ മിസ്രിയയിൽ അദബ് സാഹിത്യ വകുപ്പിന്റെ തലവനായിട്ട് അദ്ദേഹത്തിന് ഒരു ഉദ്യോഗം കൊടുക്കാൻ. വസാറ ഫി വളീഫത്തിഹി ഹത്താ തുവഫി. 1932 മരണപ്പെടുന്നത് വരെ അദ്ദേഹം ആ ഒരു വളീഫയിൽ, ആ ഒരു സ്ഥാനത്ത് തുടരുകയും ചെയ്തു. ഉഖിദത്ത് ഹഫ്ലത്ത് തക്രീം ലിഹാഫിൽ ഇബ്രാഹിം ഫിൽ ഖാഹിറ. 1913 അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഒരു ആദരവ് നൽകുകയുണ്ടായി. വതുഗന്നി ഫിഹ കസീറും മിന ശുഅറാ മിസ്ല ഖലീൽ മിത്രാൻ. ഖലീൽ മിത്രാനെ പോലെയുള്ള ഒരുപാട് കവികൾ അദ്ദേഹത്തിന് വേണ്ടി ആ ഒരു സംഗമത്തിൽ കവിതകൾ പാടുകയും ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രശസ്തനായ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഹാഫിൽ ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ ശഖ്സിയത്ത് പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകാം. ഒന്ന്, റജുലു ഷിദ്ദത്തി വൽ ബുഊസ്, നിരാശയും ശക്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. എന്തിനേയും നേരിട്ടു. ഒരുപാട് നിരാശയും അദ്ദേഹത്തിന് ജീവിതത്തിനുടനീളം വരികയുണ്ടായി. റജുലുൽ ഫക്കാഹത്തി വസ്സറാഹ, സാഹിത്യവും അതേപോലെ ഫക്കാഹത്തൊക്കെ ഉള്ള ഒരു മനുഷ്യരായിരുന്നു. നല്ല കഴിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. റജുലുൽ ബദൽ, തൻ്റെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. റജുലു സഖാഫത്തുൽ മഹ്ദൂദ, റജുലുൽ ഫൗദി, റജുലുൽ ഖൗമി അൽ അറബിയ വത്തസാമുഹ് അദ്ദീനി. അദ്ദേഹത്തിന്റെ സാഹിത്യം അദ്ദീവാൻ, ഒന്ന് അദ്ദേഹത്തിന്റെ ദീവാനാണ്. ലിഹാഫിൽ ഇബ്രാഹിം ദീവാന് ഷഅർ ജമാഅഹു ഫി ഹയാത്തിഹി, ജീവിതത്തിൽ തന്നെയാണ് അദ്ദേഹം അതിനെ ക്രോഡീകരിച്ചത്. മുഅ്തമിദൻ അലാമ നശ്റതുഹു ലഹു സുഹഫ് വലഹാ സലാസത്തു അജ്സ, 3 വാള്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് ദീവാനായിട്ട് അല്ല പുറത്തിറങ്ങിയത്, മറിച്ച് ഓരോ കവിതയും ഓരോ പത്രങ്ങളിലോ മാഗസിനുകളിലോ വന്നതായിരിക്കും. ആ വന്നതിനെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം ഒരു ദീവാനാക്കിയിട്ട് തൻ്റെ ജീവിതകാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചു. രണ്ടാമത്തെ ലയാലി സ്വത്തഹ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമാണ് കിതാബ് ഫിൻ നസർ, നസറിലുള്ള ഒരു ഗ്രന്ഥമാണിത്. വഹു ഇബാറത്തുൻ നഖ്ദിയ ഇജ്തിമാഇയ ബസ്സ ഫീഹ ആറാഅഹു വഅഫ്കാറഹു, തൻ്റെ ചിന്തകളും തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള ഒരു ഇബാറത്തുകളൊക്കെ അടങ്ങിയിട്ടുള്ള നസ്രിയായ ഒരു ഗദ്യത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ലയാലി സ്വത്തഹ് എന്നത്. ഫിൽ അദബ്, സാഹിത്യവും വസിയാസ വൽ മുജ്തമഅൽ മിസ്രി, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നസ്രിയായ കിതാബാണ് ലയാലി സ്വത്തഹ്. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 കൃതികൾ. ഇതോടുകൂടി ഹിസ്റ്ററി ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ഈ ഒരു പേപ്പറിന്റെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിലബസ് പ്രകാരം നമുക്ക് ഒരു വ്യക്തിയെ കൂടി പഠിക്കാനുണ്ട്. അത് തൗഫീഖുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു അദീബാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പല മീഡിയകളിലും ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് അത് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റാത്തത് കൊണ്ടും തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ ഞാൻ അവസാനമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ 4-5 യൂണിറ്റുകൾ, അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയത് നമ്മുടെ സർ സയ്യിദ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഷബീർ അലി KK എന്ന സാറാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് ഞാനിവിടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. മറ്റുള്ളതൊക്കെ 1, 2, 3 യൂണിറ്റുകൾ വരെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഈ ബാക്കിയുള്ളത് അതേപോലെ
പ്രിപ്പയർ ചെയ്യാനും ഒപ്പം തന്നെ അത് പവർ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാതെ പവർ പോയിന്റ് ആക്കി തന്നെ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് തരാനുണ്ടായ കാരണം സമയക്കുറവാണ്. അതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒപ്പം തന്നെ ഷബീർ അലി സാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും പറയുന്നു. നിങ്ങൾക്ക് നല്ലൊരു വിജയം ആശംസിക്കുന്നു. ശുക്രൻ ജസീലൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പഠിച്ച് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.